സൈഡ് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സൈഡ് മിററിലുള്ള ക്യാമറ ഉണ്ടല്ലോ അത് ഓണാവും. അത് ഓണാവുമ്പോൾ നമുക്ക് ആ സൈഡിലത്തെ വ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ കാണാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മൾ വീട്ടിലൊക്കെ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ചാർജിങ് പോർട്ട്. ഇത് നമ്മൾ കാർ പോർച്ചിലൊക്കെ കൊണ്ടുവന്നിട്ട് ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ വണ്ടിയിലേക്ക് ചാർജ് ചെയ്യാനുള്ള ആ ഒരു കണക്ഷൻ കൊടുക്കുന്നത്. വ്യക്തമായ രീതിയിൽ ഇംഗ്ലീഷ് പറഞ്ഞാൽ മാത്രമേ കേൾക്കൂട്ടാ. പ്ലീസ് ഓപ്പൺ ദി സൺറൂഫ്. നമസ്കാരം, വിജിത്ത് ഫ്രം കാസർഗോഡ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂസിനും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നെക്സോൺ EV ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടി കുറച്ച് ദിവസമായിട്ട് നമ്മളെ കൈമയുണ്ട്. നമ്മളൊരു റിലേറ്റീവിൻ്റെ തന്നെ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് എല്ലാ ടെറയിലും മീൻസ് നമ്മൾ റഫായിട്ടും നല്ല കയറ്റമൊക്കെ കയറ്റിലും നോക്കി അതിൻ്റെ റേഞ്ച് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആരെങ്കിലും EV ഏതായാലും ഇപ്പോൾ നെക്സോൺ അല്ല വേറെ ഏതെങ്കിലും വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം. ഒന്ന് സ്കിപ്പ് ചെയ്യരുത്. ഈ വണ്ടി എത്ര പൈസക്ക് ഇറക്കാൻ പറ്റും, ഇതിൻ്റെ റേഞ്ച്, അതേപോലെ തന്നെ ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള A to Z കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തും. അതേപോലെ തന്നെ നമ്മൾ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ കുറേ ഇപ്പോൾ ഈ വണ്ടി കൂടാണ്ട് അല്ലാതെ പഞ്ച്, അതേപോലെ തന്നെ നമ്മൾ SUV 400 ഇതൊക്കെ നമ്മളെ കയ്യിലുണ്ട് വണ്ടി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഇനി നമ്മളെ ചാനലിൽ വരാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു വീഡിയോ മിസ് ചെയ്യരുത്. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ വീഡിയോസെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ യൂസ് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമ്മളെ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്താനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു മുതൽ ഒരു ഒന്നൊന്നര ഡിസൈനാണ് കേട്ടോ ഇപ്പോൾ വരുന്ന മോഡൽ കൊടുത്തിട്ടുള്ളത്. 24 വന്നിട്ടുള്ളൊരു ചേഞ്ച് എന്ന് പറയുന്നുണ്ടല്ലോ, ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞൊരു ചേഞ്ചാണ്. ഇപ്പോഴാണ് ഇത് ശരിക്കും നെക്സോൺ ആയത്. ക്രിയേറ്റീവ്, ഫെയർലെസ്, എംപവേർഡ് അങ്ങനെ 3 വേരിയൻറ്റിലാണ് കേട്ടോ ഈ ഒരു ഐറ്റം വരുന്നത്. മാത്രമല്ല 2 റേഞ്ചിൽ ഈ ഒരു വണ്ടി അവൈലബിൾ ആണ്. കുറച്ച് കൺഫ്യൂഷനാണ് ഈ ഒരു മോഡൽ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത്. പൊതുവേ നെക്സോണൊക്കെ എടുക്കാൻ പോയ ആൾക്കാർക്ക് അറിയാം, ഒരുപാട് വേരിയൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അതിലും തീരുന്നില്ല. ഇപ്പോൾ ഈ ഒരു ഫെയർലെസ് എന്നുള്ളൊരു വേരിയൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ പ്ലസ് എസ് അങ്ങനെ ഒരുപാട് മോഡൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഫെയർലെസ് +S എന്ന് പറയുന്ന വേരിയൻ്റാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഫേസ് എങ്ങനെയെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതാണ് അതിൻ്റെ ആ ഒരു ലോഗോ കേട്ടോ. അതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇത് LED ആണ്. രാത്രി നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു കണക്റ്റിംഗ് LED DRL ഉണ്ടല്ലോ. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലേക്ക് കൂടിയിട്ട് ഒരു ബ്ലാക്കിൻ്റെ ഫിനിഷിങ് കാണാനുണ്ട്. സ്റ്റൈലാണ് കേട്ടോ ലുക്ക്. തൊട്ട് താഴെ ബമ്പറിൽ ആ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ അതിൻ്റെ ഹെഡ് ലാമ്പ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പാണ്. 2 എലമെൻ്റ് ആയിട്ടാണ് അത് കണക്ട് ചെയ്തിട്ടുള്ളത്. എയറോഡൈനാമിക് ഡിസൈനിലാണ് കേട്ടോ അതിൻ്റെ ആ ബമ്പറിൻ്റെ ഫിനിഷിംഗ് എന്ന് പറയുന്നത്. ശരിക്കും നല്ല മാസീവ് പെർഫോമൻസിലൊരു വെഹിക്കിളാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ബമ്പറിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയൊരു സെൻസറിൻ്റെ പോർഷനാണ് ഈ കാണുന്നുള്ളത്. 360 ഡിഗ്രി ക്യാമറേൻ്റെ ഒരു പോർഷനാണ് ആ സെൻറ്ററിൽ കാണുന്നുള്ളത്. സ്കിപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു ബമ്പറിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ആ ഒരു ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സിൽവർ ഫിനിഷിങ്ങിൻ്റെ, അതൊക്കെ ശരിക്കും ആ ഒരു EVക്ക് ചേരുന്ന രീതിയിലൊരു ഡിസൈൻ തന്നെയാണ്. DRLൊക്കെ മാസാണ്. അതുപോലെ തന്നെ നെക്സോണിൻ്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കേട്ടോ. റഫ്യൂസിന് ഇത്രയും നല്ലൊരു സാധനം വേറെയില്ല. 210 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ആ ഒരു ബീല്. 16 ഇഞ്ച് അലോയിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നല്ല സൂപ്പർ ഡിസൈൻ തന്നെയാണ് അലോയ്ക്കുള്ളത്. സൈഡ് ഡോർ ലൈറ്റ് EV എന്നുള്ളൊരു ബാഡ്ജിങ് കാണാനുണ്ട്. സൈഡ് മിററിലാണ് കേട്ടോ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു പോർഷൻ കൊടുത്തിട്ടുള്ളത്. ഗ്ലോസി ബ്ലാക്ക് ആണ്. തൊട്ട് താഴത്തായിട്ട് 360 ഡിഗ്രി ക്യാമറേൻ്റെ ഒരു പോർഷൻ കാണാനുണ്ട്. പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ മുമ്പത്തെ മോഡലായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആ മോട്ടറിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ പെർഫോമൻസിൽ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ഓടിച്ച് നോക്കുമ്പോൾ ആ ഒരു മുമ്പത്തെ ആ ഒരു ത്രോട്ട് ആക്സിലേഷൻ ഉണ്ടല്ലോ, ആ ഒരു സംഭവത്തിൽ നിന്നൊക്കെ ചെറിയൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. സൈഡ് വ്യൂവിലൊന്നും മുമ്പത്തതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ വലിയ മാറ്റം എന്ന് പറയാനില്ല. മെയിനായിട്ട് ആ ഒരു സ്പോയിലറിൻ്റെ ആ ഒരു ഫിനിഷിങ്ങിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. റൂഫ് ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ 2 റൂഫ് റെയിൽ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. പിന്നെ ബാക്കിലായിട്ട് നല്ലൊരു ഷാർപ്പൻ ആൻറ്റിനയും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ ഷാർപ്പൻ ആൻറ്റിന. സ്പോയിലറിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പുതിയ മോഡലിൽ. പിന്നെ അതിൻ്റെ ടെയിൽ ലാമ്പ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. അതൊക്കെ ഓൺ ചെയ്യുന്ന സമയത്ത് കാണേണ്ടത് തന്നെയാണ്. കണക്റ്റിംഗ് ടെയിൽ ലാമ്പാണ്. മുമ്പത്തെ ആ ഒരു മോഡലിൻ്റെ എനിക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല. ഇത് അടിപൊളിയായിട്ടുണ്ട്. ബാക്ക് ലോഗോയിൽ LED വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ചെറിയൊരു ലൈറ്റിൻ്റെ പോർഷൻ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഇതിൻ്റെ ആ ഒരു ഡീഫോഗ് ലൈൻസ്. പിന്നെ വൈപ്പർ കാണാനില്ലല്ലോ, ഇതിൻ്റെ അകത്താണ് കേട്ടോ വൈപ്പറുള്ളത്. അതിൻ്റെ ഉള്ളിൽ അത് ഹൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് റിയർ സൈഡിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത്. പിന്നെ ബാക്ക് ക്യാമറ വരുന്നുണ്ട്, സെൻസർ കൊടുത്തിട്ടുണ്ട്. നെക്സോണിലൊരു ബാഡ്ജിങ് സെൻട്രലായിട്ട് കാണാനുണ്ട്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നെക്സോണിനെ നമുക്കൊരു ശരിക്കും ഒരു EV വെഹിക്കിളായിട്ട് കാണാൻ പറ്റില്ല കേട്ടോ. ഇത് സാധാരണ നമ്മൾ പെട്രോൾ ഡീസൽ കാറിനെ EVയിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ചാർജിങ് പോർട്ടൊക്കെ ഈ ഒരു സൈഡിൽ ഫ്യൂൽ ടാങ്കിൻ്റെ അതേ സൈഡിൽ തന്നെ കൊടുത്തിട്ടുള്ളത്.
ഇനി എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ സക്സസ് ആണ് നെക്സോണിൽ ആ ഒരു വാഹനം. അത്രയധികം റോട്ടിൽ കാണാനുണ്ട്. അതുമാത്രമല്ല ഇതിൻ്റെ പെർഫോമൻസ്, ഇതിൻ്റെ ഒരു യാത്രാസുഖം അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര സൂപ്പറാണ്. ബാക്ക് കണക്റ്റഡ് ടൈലാമ്പ് വന്നതിനോട് കൂടിയിട്ടുള്ള ആ ഒരു ലുക്ക് മാറിയിട്ടാ വേറെ ലെവലായി. അതിൻ്റെയൊക്കെ ആ ഒരു കട്ടിങ്ങെല്ലാം കണ്ട ഭയങ്കര ബ്രൈറ്റ്നെസ് ഒന്നും അല്ല കേട്ടോ, ലൈറ്റാണ് അതിൻ്റെ ലൈറ്റിൻ്റെ പ്രകാശം. പിന്നെ നെക്സോണിൽ ആ ബാഡ്ജിങ്ങിൻ്റെ അടുത്തൊരു EV എന്നുള്ളൊരു ബാഡ്ജിങ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെൻസർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ക്യാമറയാണ് ഈ ലോഗോൻ്റെ തൊട്ട് താഴത്ത് കാണുന്നുള്ളത്. അതേപോലെ ചെറിയൊരു പീസിൽ അവിടെ ഒരു ബാക്ക് ലൈറ്റും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒരു വെറൈറ്റി ആക്കിന് കണ്ട, ആ ഒരു ലോഗോൻ്റെ തൊട്ട് മുകളിലായിട്ടാണ്. താഴെ ബമ്പർ ലൈറ്റ് സൈഡിലാണ് കേട്ടോ റിവേഴ്സ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ഒരു റിഫ്ലക്ടറും കൂടി കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ്റെ ആ ഒരു ലുക്കിന് വേണ്ടിയിട്ട് ആ ഒരു ക്യാരക്ടർ ലൈനൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം മൊത്തത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടതുപോലെയാണ് കേട്ടോ. കാണാൻ എന്തായാലും അതിഗംഭീരം തന്നെ പറയണം, ഓടിക്കാൻ അതിലും സൂപ്പർ. ഇനിയൊരു വാഹനത്തിൻ്റെ ബാറ്ററി ബാക്കപ്പ് നോക്കുകയാണെങ്കിൽ 325 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നതും അതേപോലെ തന്നെ 465 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നതും 2 ബാറ്ററി ബാക്കപ്പിൽ നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ പ്രൈസ് നല്ല ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ. രാത്രി സമയങ്ങളിൽ നമ്മൾ ഡ്രൈവിന് പോകുന്ന സമയത്ത് ഇങ്ങനെ ഈ ഒരു ഫ്രണ്ടിൽ ലൈനുള്ളൊരു വണ്ടി വരുന്നത് കാണാറുണ്ടല്ലോ, അത് നെക്സോണാണ് കേട്ടോ. അതേപോലെ ഹരിയറിലും ഈ ഒരു സെയിം സംഭവം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഡാർക്ക് എഡീഷനും കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. വണ്ടി സൂപ്പറാണ്, നേരിട്ട് കാണാൻ വേറെ ലുക്കാണ്. ബാക്ക് ടൈൽ ലാമ്പിൻ്റെ ആ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് അത്രയും ലൈറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ആ ഒരു ലുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇൻറ്റീരിയർ സൈഡിലേക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അതൊന്ന് നല്ല പ്രസ് ചെയ്ത് അൺലോക്ക് ആവും. ഇതാണ് അതിൻ്റെ ആ ഒരു ഡോർ പാഡ് വരുന്നുള്ളത്. ഒരു ബേജ് ബ്ലാക്ക് മിക്സാണ് കേട്ടോ. പ്രീമിയം ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഗ്ലോസി ബ്ലാക്കിൻ്റെ ഫിനിഷിംഗ് ഒക്കെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പവർ വിൻഡോൻ്റെ സ്വിച്ചാണ് ഈ കാണുന്നുള്ളത്. അതൊക്കെ കുറച്ചും കൂടി ഒരു പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്, ഒരു പോർഷനൊക്കെ കണ്ട. പിന്നെ ഇതിൻ്റെ ആ ഒരു മിറർ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ ഫോൾഡ് ചെയ്യാനുള്ള നോബാണ് ഈ കാണുന്നുള്ളത്. പിന്നെ സ്പീക്കറിൻ്റെ കാര്യമൊന്നും പറയാനില്ല കേട്ടോ, JBL ആണ് മാസ്. തൊട്ട് സൈഡിലായിട്ട് നല്ലൊരു ബോട്ടിൽ സ്റ്റോറേജ് സ്പേസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, നല്ല സ്പേഷ്യസ് ആണ്. കണ്ട അവിടെ ചെറിയൊരു JBL എന്നൊരു ബാഡ്ജിങ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു റെഡ് ലൈറ്റും കൂടി കത്തി നിൽക്കും. ഇനി നിങ്ങളെ ഞാൻ ആ ഒരു ഇൻറ്റീരിയർ കാണിച്ചു തരാം. ഒരു രക്ഷയില്ലാത്തൊരു പ്രീമിയം ലുക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. മൊത്തം ഡിജിറ്റലാണ് എവിടെ നോക്കിക്കഴിഞ്ഞാൽ. അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഡാഷിൽ ഈ ഒരു AC വെൻറ്റിന് താഴത്തായിട്ട് ആ ഒരു ലെതറിൻ്റെ ഫിനിഷിംഗ് ഒക്കെ അവിടെ കാണാനുണ്ട് കേട്ടോ, നല്ല സ്റ്റിച്ചോട് കൂടിയിട്ട്. അതേപോലെ തന്നെ ആ സ്റ്റിയറിങ്ങിലും ആ ഒരു ഗ്രേ ബേജ് എന്നുള്ള കളറിൻ്റെ മിക്സ് ഇവിടെയും കാണാനുണ്ട്. ഇതിലും എല്ലാം ചെറിയൊരു ഡിസ്പ്ലേ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലാണ് നമ്മൾ ആ ഒരു ടാറ്റൻ്റെ ലോഗോ ഒക്കെ വരുന്നത്. അതൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ആ ഒരു സീറ്റിംഗ് പൊസിഷനൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മളിങ്ങനെ അകത്തൊക്കെ കയറിയിരിക്കുന്ന സമയത്ത് നമുക്കൊരു വലിയ വണ്ടിയിൽ ഇരുന്നൊരു ഫീലൊക്കെ കിട്ടുന്നുണ്ട്. എങ്ങോട്ട് നോക്കിയാലും ഡിസ്പ്ലേ മാത്രമേ കാണാനുള്ളൂ ഗൈസ്. അതേപോലെ ഈ ഒരു സെൻറ്ററിലുള്ള പീസ് കണ്ട, ഇതിൻ്റെ സെൻട്രലായിട്ടൊരു ടാറ്റാൻ്റെ ലോഗോ വരും കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ. അതൊക്കെ വണ്ടി ഓൺ ചെയ്യുമ്പോൾ കാണിക്കാട്ടോ. പിന്നെ ഇവിടെ ഒരു ചെറിയ സ്പോർട്ടി ലുക്ക് കിട്ടാൻ വേണ്ടി ഒരു പീസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റിയറിങ്ങിൽ. നല്ല വലിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ആ ഒരു ലെതറിൻ്റെ ആ ഒരു ഫിനിഷിങ് ഇവിടെയൊക്കെ കാണാനുണ്ട് കേട്ടോ. ഇവിടെയാണ് AC വെൻറ്റ് വരുന്നത്. അതിന് ചുറ്റിലുമായിട്ട് നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു ശരിക്കും ഇലക്ട്രിക് കാറിന് ചേരുന്ന ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഒരു ഡാഷിലും കൂടി ഒരു ചെറിയ സ്പേസ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റോറേജ്, കോൾഡ് സ്റ്റോറേജ് സ്പേസും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡാഷിലെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഈ ഒരു സീറ്റിലേക്ക് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീൽ തരാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ എലമെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വെൻറ്റിലേറ്റർ സീറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ കണ്ട ഒരു ഡോട്ടൊക്കെ കാണുന്നത്. അതുമാത്രമല്ല ഈ ഒരു കളറ് നല്ലോണം കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഹാൻഡ് റെസ്റ്റും കൂടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് ഒക്കെ കണ്ട, അതൊക്കെ അടിപൊളിയാണ്. അതുപോലെ തന്നെ ഡ്രൈവ് മോഡ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് EV വാഹനം ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ആ ഒരു എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയിട്ട് മോഡിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ആ ഒരു ഗിയർ ലിവർ വരുന്നത്. റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, അത്രയേ ഉള്ളൂ. ഇതാണ് AC ആ ഒരു കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നിട്ട്. മൊത്തത്തിൽ അത് ഡിസ്പ്ലേ ആണ്. അതിൻ്റെ ബട്ടണും കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. ഇനി ജസ്റ്റ് നമുക്ക് റൂഫ് ടോപ്പിലേക്കും കൂടി ഒന്ന് എത്തി നോക്കാം. ഇതാണ് ഇതിൻ്റെ മിറർ വരുന്നത് കേട്ടോ. ഓട്ടോ ഡിമ്മാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അത് ബസ്സിലെസ് ആക്കാമായിരുന്നു എനിക്കൊരു അഭിപ്രായമുണ്ട് കേട്ടോ. പിന്നെ ഒരു റീഡിങ് ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൺറൂഫ് വരുന്നുണ്ട്. സൺറൂഫ് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ബട്ടണാണ് ഈ കാണുന്നുള്ളത്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതേപോലെ തന്നെ നമുക്കത് ക്ലോസ് ചെയ്യാനുള്ളൊരു ബട്ടണാണ് കാണുന്നുള്ളത്. പനോരമിക് സൺറൂഫ് ഒന്നും അല്ല കേട്ടോ, സാധാരണ ചെറിയൊരു സൺറൂഫാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അതിൻ്റെ ആ താഴെയുള്ള ഒരു പീസ് ഉണ്ടല്ലോ, അത് നമ്മൾ മാനുവലി ക്ലോസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ബസ് എന്തായാലും അതൊക്കെ ആഡ് ചെയ്ത് എന്തായാലും സൂപ്പർ തന്നെയാണ്.
സ്റ്റിയറിംഗ് വീലിലേക്ക് നോക്കുകയാണെങ്കിൽ അത് ടിൽട്ടായിട്ടും ടെലിസ്കോപ്പിക് ആയിട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊരു ഓപ്ഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്ലസ് മൈനസ് ആയിട്ട് നമുക്കിത് പാഡൽ ഷിഫ്റ്റ് വെച്ചിട്ട് ഡ്രൈവ് ചെയ്യാനും പറ്റും. കുറച്ചും കൂടി ഒരു സ്പോർട്ടി അല്ലെങ്കിൽ ഒരു ഫണ്ണി ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും പാഡൽ ഷിഫ്റ്റ് വെച്ചിട്ട്. അതേപോലെ തന്നെ നമ്മൾ വൈപ്പറിൻ്റെയൊക്കെ ആ ഒരു കൺട്രോളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നുള്ളത്. പരമാവധി പ്ലേസെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് അതിൻ്റെ ആ ഒരു ടൂട്ടർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ എയർ ബാഗിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാനുണ്ട്. സേഫ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നെക്സോണിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ, കിങ് ആണ് കിങ്. എവിടെ നോക്കിയാൽ എയർ ബാഗിൻ്റെ ബാഡ്ജിങ് തന്നെയാണ്. ഇനി ജസ്റ്റ് നമുക്കൊന്ന് വണ്ടി ഓൺ ചെയ്തിട്ട് നോക്കാം. പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് കേട്ടോ വരുന്നുള്ളത്. എന്താ ഇപ്പോൾ ഉണ്ടായ, എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഒരു രക്ഷയില്ല കേട്ടോ, അത്രയധികം കാര്യങ്ങൾ പറയാനുണ്ട്. രാത്രി സമയങ്ങളിൽ ഈ ഒരു വണ്ടിയുടെ അകത്ത് കയറി ഇരിക്കുന്നൊന്ന് ആലോചിച്ച് നോക്കാം നിങ്ങൾ. മൊത്തത്തിൽ കളർഫുള്ളായിരിക്കൂലേ, പക്ഷെ അത്ര ബ്രൈറ്റ്നസ് ഉണ്ടാവില്ല കേട്ടോ. ഹെഡ് ലാമ്പ് ഓൺ ആവുന്ന സമയത്ത് ഇത് മൊത്തത്തിൽ കട്ടാവും. മീൻസ് മൊത്തത്തിൽ ഒന്ന് ബ്രൈറ്റൊക്കെ ഒന്ന് നല്ല കുറയും. കണ്ട, ഞാൻ ആ എ സിൻ്റെ ആ ഒരു കൺട്രോളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കണ്ട, അതൊക്കെ അവിടെയൊക്കെ ഡിസ്പ്ലേ വന്നു. അവിടെ നമുക്ക് മാനുവലി എന്ന് പറയാൻ ആ ഒരു കൂട്ടാനും കുറക്കാനുള്ള ആ ഒരു ഈ ഒരു നോബ് മാത്രമേ നമുക്ക് മാനുവലി ആയിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ അതിൽ ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഈ ഒരു ഡിസ്പ്ലേയിലാണ്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഹീറ്റാക്കാനും അതുപോലെ ടെമ്പറേച്ചർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു സംഭവം മാത്രമേ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഡിസ്പ്ലേ തന്നെയാണ്. ഇവിടെ ഒരുപാട് സ്വിച്ചും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 360 ഡിഗ്രി ക്യാമറേൻ്റെ ബട്ടൺ, ക്യാമറയ്ക്ക് എന്താ ക്ലിയർ. ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളൊരു ബട്ടൺ, അസാഡിൻ്റെ ബട്ടൺ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ESPൻ്റെ ബട്ടൺ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ കാണാനുണ്ട്. ഹെഡ് ലാമ്പിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വണ്ടി കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ പഠിക്കാൻ തന്നെ ചിലപ്പോൾ ഒരു 4 ദിവസം സമയം വേണ്ടി വരും കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഡിസ്പ്ലേയിലൊക്കെ പഠിക്കാനുണ്ട്. നമ്മളെങ്ങനെയാണോ മൊബൈലിലൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നില്ല അതേപോലെ തന്നെ വണ്ടിയുടെ കാര്യത്തിലും മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിട്ടാണ്. അത്രയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെയാണ് ഇതിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. സ്റ്റിയറിംഗ് വീലിൽ കണ്ട ഓണായ സമയത്ത് ആ ഒരു ലോഗോ വന്നില്ലേ ടാറ്റേൻ്റെ, ഇതിലൊക്കെ ചെറിയ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വന്നു. അതൊക്കെ ഫുള്ള് ലൈറ്റാണ്. ഈ ഒരു സൈഡിലുള്ള ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സ്പീഡോമീറ്റർ ക്ലസ്റ്ററിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാനും അതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ആ ഒരു സ്പീഡോമീറ്റർ ക്ലസ്റ്ററിൽ വരെ നമുക്ക് റൂട്ട് മാപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ സൂപ്പറാണ്. ഒരു സ്പോർട്സ് കാർ അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് കാറിലൊക്കെ ഇരുന്നൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ടെസ്റ്റ് ഡ്രൈവിന് എടുത്തിട്ടുള്ള ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് 325 കിലോമീറ്റർ ഓടുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഫുൾ ചാർജൊക്കെ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല കുന്നും മലയൊക്കെ കയറി ഓടിച്ചിട്ടൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നുള്ളത്. പിന്നെ വോയിസ് അസിസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കോളും കാര്യങ്ങളൊക്കെ എടുക്കാനും ഡ്രോപ്പ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് ഈ സൈഡിൽ കാണുന്നുള്ളത്. മ്യൂസിക്കിൻ്റെ ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് എന്താണെന്നില്ല അറിയണ്ടേ, ജസ്റ്റ് ഞാനൊന്ന് ഓൺ ചെയ്ത് കാണിക്കാം കേട്ടോ. കോപ്പി റൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഇല്ലെങ്കിൽ നമുക്ക് ഇരുന്ന് ഫുള്ള് കേൾക്കായിരുന്നു പാട്ട്. അത്രയധികം ക്വാളിറ്റി ഉണ്ട്. 4 സ്പീക്കർ 4 ട്യൂട്ടറാണ് കേട്ടോ വരുന്നുള്ളത്. ഫുൾ ഓപ്ഷൻ വേരിയൻറ്റിലാണെങ്കിൽ ബാക്ക് സബും കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ആയിട്ട് ഇടണം കേട്ടോ. അതിൽ സബ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പ്ലീസ് ഓപ്പൺ ദി സൺറൂഫ്. Sure, opening. Please close sunroof. Sure, closing sunroof. അപ്പോൾ വോയിസ് അസിസ്റ്റ് വെച്ചിട്ട് ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല കാര്യം നമുക്ക് മനസ്സിലായില്ലേ. എന്തായാലും പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, അതൊരു സമാധാനമായി. പിന്നെ വളരെ വ്യക്തമായ രീതിയിൽ നമ്മൾ വോയിസ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഒരു കുറവ് തോന്നിയിട്ടുള്ളത് ഒന്ന് ഈ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിനൊക്കെ അത് ഇലക്ട്രിക്കലി ആക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്ക് ഉണ്ട് കേട്ടോ. പിന്നെ വെൻറ്റിലേറ്റഡ് സീറ്റിൻ്റെ ആ ഒരു സ്വിച്ചാണ് ഇട്ടേ കാണുന്നില്ല. പിന്നെ അതേപോലെ നമ്മൾ ആ ഒരു ചാർജിങ് പോർട്ടിൻ്റെ ഇത് ഓപ്പൺ ചെയ്യാനുള്ളൊരു നോബാണ് കണ്ടത്. ഇനി ബാക്ക് റിയർ സൈഡത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഇത് കണ്ട ആ ഒരു ബേജ് ബ്ലാക്ക് എന്നുള്ള ആ ഒരു കോംബോ ഇവിടെയും കാണാനുണ്ട്. പവർ വിൻഡോ ഒരു സ്വിച്ചും അതേപോലെ തന്നെ ബോട്ടിൽ സ്റ്റോറേജ് സ്പേസ് സ്പീക്കർ കാര്യങ്ങളൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സ്പേസ് ഇൻറ്റീരിയറിൽ കാണാനുണ്ട്. വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട രീതിയിലാണ് കേട്ടോ ഇൻറ്റീരിയറിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ആ ഒരു ബേജ് കളറൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് റഫാവാൻ സാധ്യതയുണ്ട്. അത്രയധികം സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്, നല്ലൊരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. തൈ സപ്പോർട്ട് എങ്ങനെയുണ്ടെന്നില്ല നമുക്ക് കാര്യം ഇരുന്നിട്ട് നോക്കാം കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുഷനിങ് കാര്യങ്ങളൊക്കെയാണ് സീറ്റിലുള്ളത്. പിന്നെ അവിടെ നല്ലൊരു AC വെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്.
ഈ ഒരു കളറിൻ്റെതാണോ എന്ന് അറിഞ്ഞൂടെ, നല്ലൊരു പോസിറ്റീവ് ഫീലാണ് കേട്ടോ അകത്തിരിക്കുമ്പോൾ കിട്ടുന്നുള്ളത്. പിന്നെ നല്ല ലെഗ് റൂമും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻറ്റീരിയറൊക്കെ കണ്ട ഭയങ്കര സ്റ്റൈലിഷാണ്. റിയർ AC വെൻറ്റും അതേപോലെ തന്നെ അവിടെ ചാർജിങ് പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടൈപ്പ് C ചാർജിങ്ങിൻ്റെ പോർട്ടൊക്കെ അവിടെ കാണാനുണ്ട്. പിന്നെ നല്ല വിസിബിളാണ് പുറത്തേക്കൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് റിയർ സൈഡിൽ നോക്കുമ്പോൾ കാണുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്കിനി ഒന്ന് ബാക്കിലും കൂടി ജസ്റ്റ് നോക്കിയിട്ട് ഡ്രൈവിന് വേണ്ടിയിട്ട് പോവാം. ഇനി ഒന്ന് ബാക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബട്ടൺ ഉണ്ട്, അതൊന്ന് നല്ല പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ബൂട്ട് ഓപ്പൺ ആവും. ഇനി ജസ്റ്റ് നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് ബൂട്ടൊന്ന് നോക്കാം. അവിടെ അതിനുള്ളൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏറ്റവും താഴത്തെ നമ്പറിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് അതിൻ്റെ ആ ഒരു ബട്ടൺ കൊടുത്തിട്ടില്ല കേട്ടോ. കണ്ട ഈ ഒരു ബട്ടൺ കണ്ട. അതേപോലെ തന്നെ ബാക്ക് നമ്പർ പ്ലേറ്റിലേക്കുള്ള ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട ഇതിനകത്താണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ആ ഒരു ചാർജ് ചെയ്യാനുള്ള ഒരു സ്പേസ്. അതിൻ്റെ ഒരു പോർട്ടാണ് ഈ കാണുന്നുള്ളത്. അതൊന്ന് നല്ല റിമൂവ് ചെയ്യുക, അതിലേക്ക് പ്ലഗ് കണക്ട് ചെയ്യുക, ചാർജ് ചെയ്യുക. ഒറിജിനൽ EV പ്ലാറ്റ്ഫോമിലാണെങ്കിൽ ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ചാർജിങ് പോർട്ടൊക്കെ ഉണ്ടാവാറ്, ലോഗോൻ്റെ താഴത്തും സൈഡിലൊക്കെ ആയിട്ട്. അപ്പോൾ അതൊന്നൊരു കുറവായിട്ട് പറഞ്ഞതല്ല, ഞാൻ അതിൻ്റെ ആ ഒരു കണ്ടീഷൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ആരും അങ്ങനെ കൂടുതൽ നോക്കാത്തൊരു ഏരിയ നിങ്ങൾ കാണിക്കാട്ടെ. ഇതാണ് ഇതിൻ്റെ ആ ഒരു എൻജിൻ റൂം. ഇതാണ് ഇതിൻ്റെ മോട്ടർ. ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കറ, ഇത്രയും ആൾക്കാർ ഇതിൻ്റെ അകത്തിരിക്കുമ്പോൾ ഇത്രയും ബോഡി വെയിറ്റിലൊരു സാധനം ഈ ഒരു മോട്ടർ വിരിച്ച് കൊണ്ടുപോകുന്നൊരു അവസ്ഥ ആലോചിച്ച് നോക്കിയാട്ടെ. എന്തായിരിക്കും അപ്പോൾ ഇതിൻ്റെ പവർ. 215 ടോർക്കിൽ 106 കിലോ വാട്ട്സാണ് കേട്ടോ ഇതിൻ്റെ ഔട്ട്പുട്ട് പവർ എടുക്കുന്നത്. 1,60,000 കിലോമീറ്റർ അല്ലെങ്കിൽ 8 വർഷം വരെയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ആ ഒരു വാറണ്ടി പീരീഡ് വരുന്നുള്ളത്. അതേപോലെ അത്രയും ടൈം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യേണ്ടത്. ഇനി നമുക്കൊന്ന് ഡ്രൈവ് ചെയ്തിട്ട് ഈ പറയുന്ന പവറും കാര്യങ്ങളൊക്കെ ഇതിനുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണമല്ലോ. അതേപോലെ ഇതിൻ്റെ റേഞ്ചും കാര്യങ്ങളൊക്കെ ഞാൻ ഏകദേശം പറഞ്ഞുതരാം നിങ്ങൾക്ക്. സ്റ്റാർട്ടറിൽ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തുണ്ടല്ലോ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ അകത്തിരിക്കുമ്പോൾ. പിന്നെ 45 വാട്ട്സിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. പിന്നെ വയർലെസ് ചാർജർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പെർഫോമൻസ് ലെവലിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഡ്രൈവ് മോഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൺട്രോളാണ് ഈ കാണുന്നില്ല താഴത്തുള്ളത്. അതിങ്ങനെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ അതിൻ്റെ വാണിംഗ് കാര്യങ്ങളൊക്കെ കാണിക്കൂട്ടോ. കണ്ടോ? Economy Sport Drive Mode activated. Economy Drive Mode activated. City Drive Mode activated. സ്പോർട്സ് മോഡിലൊക്കെ ഇട്ടിട്ട് ചവിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ എയറിലിങ്ങനെ പാറുന്നൊരു ഫീലായിരിക്കും കേട്ടോ. പിന്നെ സൗണ്ടും കൂടി ഇല്ലാത്തതുകൊണ്ട് പിന്നെ പറയാനില്ലല്ലോ. പക്ഷേ ബാറ്ററിൻ്റെ ബാക്കപ്പ് നല്ല രീതിയിൽ താഴോട്ട് വരും. നല്ല കയറ്റമൊക്കെ വരുന്ന സമയത്ത് മാത്രം നമ്മൾ ഈ സ്പോർട്സ് മോഡിലൊക്കെ ഇട്ടിട്ട് ഡ്രൈവ് ചെയ്താൽ മതി. അല്ലാതെ സിറ്റിയിലും ഈക്കോലൊക്കെ നല്ല പെർഫോമൻസ് ഉണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈവിന് എടുത്ത് നോക്കാം. EV നിങ്ങൾക്ക് അതുപോലെയുള്ള ഓട്ടോ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി കേട്ടോ. അതല്ലാതെ നിങ്ങൾ വീട്ടിൽ കയറ്റി വെക്കാനാണെങ്കിൽ അങ്ങനെയുള്ള ഓട്ടം മാത്രമേ ഉള്ളൂവെങ്കിൽ ഒരു കാരണവശാലും EV എടുക്കരുത്, വൻ ലോസ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ഓടുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് സോളാർ പാനലും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഏറ്റവും യൂസ് ആവുന്നത് നിങ്ങൾക്കായിരിക്കും. 1,00,000-നൊക്കെ മുകളിൽ ഓടിയ വണ്ടിയൊക്കെ ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയാണ്, എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ പറയുക, നല്ല ഇറക്കമൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ ഇതിന് ബ്രേക്ക് ചവിട്ടേ വേണ്ട, അപ്പോൾ തന്നെ വണ്ടി സ്ലോ ആവും. കാലെടുക്കുമ്പോൾ തന്നെ സ്ലോ ആവും. ഒരു റീജനറേറ്റിംഗ് സിസ്റ്റമാണത്. നമ്മളിങ്ങനെ കാലെടുക്കുന്ന സമയത്ത് തന്നെ വണ്ടി പെട്ടെന്ന് ഒരു സ്ലോ ആവുകയും അതേപോലെ തന്നെ സ്പീഡ് കുറയുകയൊക്കെ ചെയ്യും. സൗണ്ട് തീരെ ഇല്ല എന്ന് പറഞ്ഞുകൂടാ കേട്ടോ. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മോട്ടർ കറങ്ങുന്നതിൻ്റെ ഒരു സൗണ്ട് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത്രയും വലിയൊരു സാധനം വലിച്ചു കൊണ്ടുപോകുന്നില്ല, അപ്പോൾ ആ ഒരു എയർ പിടിക്കുന്നതിൻ്റെ ഒരു സൗണ്ടും കൂടി നമുക്ക് ഫീൽ ആവുന്നുണ്ട്. പക്ഷേ റോട്ടിൽ കയറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു 1.5 സംഭവം. അത് ഇനിയിപ്പോൾ ഈക്കോ ആണ്, സ്പോർട്സ് ആണ്, അല്ലെങ്കിൽ സിറ്റി ആണ്, അതൊന്നും ഇല്ല കേട്ടോ. ഒരു 1.5 വലിയ വലിക്കുന്നത്. ഇപ്പോൾ പഴയ മോഡൽ വെച്ച് കമ്പയർ ചെയ്ത് ഓടിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് മുമ്പത്തെ മോഡലിലാണ് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ പെട്ടെന്ന് വലിച്ചു കൊണ്ടുവന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. ഇതിൽ എനിക്ക് ചെറിയൊരു ലാഗ് തോന്നിയിട്ടുണ്ട്. പക്ഷേ ചില ആളുകൾ പറയുന്നത് ഇതിലാണ് ആ ഒരു പെട്ടെന്നുള്ളൊരു ഫീൽ വരുന്നില്ല, അത് കുറച്ച് ലാഗ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ആയിട്ട് ഇട്ടാൽ മതി കേട്ടോ. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് മറ്റേ ടാറ്റ ഇൻഡിക്കൊക്കെ ഉണ്ടല്ലോ, ഈ അകത്തൊക്കെ കയറുന്ന സമയത്ത് ഡീസലിൻ്റെ മണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ യാത്ര ചെയ്തൊരു ടൈമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു വാഹനത്തിൽ നിന്ന് ഇത്രയധികം മുകളിലേക്ക് ടാറ്റ വന്നത് ഒരു സംഭവം തന്നെയാണ് കേട്ടോ. നമുക്ക് ആ ശരിക്കും ഈ ഒരു വണ്ടി ഇപ്പോൾ ഒരു ഇലക്ട്രിക് കാർ നിങ്ങൾ ഓടിച്ച് നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടാറ്റ ടിയാഗോ ഇതൊക്കെ ഒന്ന് ഓടിച്ച് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു നെക്സോണൊക്കെ ഓടിച്ച് ആ ഒരു ഫീല് നിങ്ങൾ എന്താണെന്നില്ല അറിയണം കേട്ടോ. അത്രയധികം ടെക്നോളജി വളർന്നു കഴിഞ്ഞു. ഇനിയാണ് നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയിലേക്ക് നോക്കാനുള്ളത്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ കയ്യിലുള്ള വാഹനം ഫെയർലെസ് പ്ലസ് എസ് എന്ന് പറയുന്നൊരു വേരിയൻ്റാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടുള്ളത്.
അതിൽ 325 കിലോമീറ്റർ റേഞ്ചുള്ള ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 17,20,000 രൂപയാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതിൽ റോഡ് ടാക്സ് ഇൻഷുറൻസും കാണേണ്ടതായിട്ടുണ്ട്. റോഡ് ടാക്സിൻ്റെ കാര്യത്തിൽ ചെറിയൊരു റിഡക്ഷനും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇനി 465 കിലോമീറ്ററിൻ്റെ ആ റേഞ്ചിൻ്റെ ഓപ്ഷൻ ആണെങ്കിൽ 19,20 കേട്ടോ അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നുള്ളത്. അതിലും റോഡ് ടാക്സ് ഇൻഷുറൻസും കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 20 ലക്ഷത്തിന് മുകളിലായിട്ട് നമുക്ക് ആ ഒരു മോഡലിൻ്റെ ഓൺ റോഡ് വരും. സൈഡ് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ക്യാമറയൊക്കെ ഓൺ ആവണമെങ്കിൽ അതൊക്കെ നമുക്ക് ഈ ഒരു +S എന്ന് പറയുന്ന വേരിയൻറ്റിൽ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഫീച്ചേഴ്സൊക്കെ നമുക്ക് വേരിയൻറ്റ് മാറുമ്പോൾ അഡീഷണലായിട്ട് കിട്ടുന്നുണ്ട്. കമ്പനി 325 കിലോമീറ്ററോളം പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 250 കിലോമീറ്ററിന് മുകളിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇരുട്ടുള്ള ടൈമിൽ ഇതിൻ്റെ ഇൻറ്റീരിയറിൽ ഈ ഒരു കളറ് അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ്നസ് കണ്ട, ഇപ്പോൾ അത് ഡൗൺ ആയില്ലേ, ആ ഒരു സംഭവം കൂടി ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി ടൈമിലൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യാനുള്ള സാധ്യതയില്ല. വണ്ടിയുടെ കൂടെ 3.3 കിലോ വാട്ട്സിൻ്റെ AC വാൾ ബോക്സ് ആണ് കേട്ടോ കിട്ടുക. അതേപോലെ തന്നെ 50 കിലോ വാട്ട്സിൻ്റെ DC ഫാസ്റ്റ് ചാർജിങ് കൂടി സപ്പോർട്ടാവും. 50 കിലോ വാട്ട്സിൻ്റെ ഈ ഒരു DC ഫാസ്റ്റ് ചാർജിലാണെങ്കിൽ 1 അവർ കൊണ്ട് നമുക്ക് 10 to 18 വരെ നമുക്കത് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ആയിട്ട് ഇടേണ്ടതാണ്. അപ്പോൾ ഒരുപാട് പറഞ്ഞിട്ട് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമ്മൾ ഇന്ന് മുതൽ ഫോളോ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.